ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചിങ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ലൈൻ കൊടുക്കുന്നതിനാണ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ടിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ്, ഇതുപോലെ ആയിരിക്കും സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അത് നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എഴുതുന്നത് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് എന്നതിൻ്റെ ഇത് ഞാൻ റൈറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മൾ എന്തൊരു കാര്യം പഠിച്ചിരുന്നാലും അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോവുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അന്ന് കാണിച്ച ആ കോട്ടനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഹൂബ് വെക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് എന്ന് എഴുതി നോട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഹായ് ഹലോ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡേ ക്ലാസ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നാലും ഇമാതിരി ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് നമ്മളൊരു കാര്യം പഠിക്കാൻ അറിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ആയാലും നമ്മളത് എടുക്കുക. കാരണം നമുക്ക് ഏതിലാണ് രക്ഷപ്പെടാൻ പറ്റുക എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം. അതെല്ലാവർക്കും ഓർമ്മ വേണം. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ തന്നെ അവർക്കൊരു കൈത്തൊഴിലും പരിചയപ്പെടുത്തി കൊടുത്ത് വേണം കേട്ടോ നമ്മളെല്ലാ മക്കളെയും വളർത്താനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാകത്തില്ല, ചിന്തിക്കത്തില്ല. നമ്മൾ മക്കൾക്കെല്ലാം മേടിച്ച് കൊടുത്ത് ഇപ്പോഴേ വളർത്തുകയാണെന്ന് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതായത് ഹൂബിൽ നമ്മൾ തുണി ലോക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഞാനിതിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പെൻസിൽ വെച്ച് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ തന്നെ അത് നമ്മൾ അതിൽ സൂചി നൂലെല്ലാം കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ലാസ്റ്റ് നമ്മൾ കീ ലോക്ക് ചെയ്യുക. അതായത് ലോക്ക് ചെയ്യണം, നോട്ട് ചെയ്യുക എന്ന് പറയാൻ അറിയാമല്ലോ എല്ലാവർക്കും. സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നോട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ലൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു പെൻസിൽ വെച്ചൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് അകത്തുനിന്ന് നൂല് സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ വഴി നൂല് താഴത്തേക്കാക്കി വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ചെയ്യുന്ന ഒരൊറ്റ ലൈനാണ്. ആ ലൈൻ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, അപ്പുറത്തെ ലൈനിൽ നോട്ടിട്ട് എടുത്തേക്ക് അകത്തുനിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ കെട്ടിടുന്നത്, അല്ലെങ്കിൽ നമുക്ക് നോട്ട് ഇടുന്ന രീതിയിൽ നമുക്കിതിൽ ചെയ്തെടുക്കാം. അതുപോലെ ഇങ്ങനെ കുത്തി എടുത്തിട്ട് ചെയ്തേക്കുന്നത്. കെട്ടിട്ട് നമ്മൾ ലോക്കിടാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. കണ്ടോ, അതുപോലെ ചെയ്തൊന്ന് ഇറുക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടോ, കട്ട് ചെയ്ത് നൈസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതായത് എംബ്രോയിഡറിങ് ക്ലാസ്സിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചാണ്. അതെല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫോളോ മീ. താങ്ക് യു.